വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഇതാ ആ സുദിനം വന്നെത്തി. നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കൂടാളി കുമ്പത്തിലാണ്. കുമ്പം മോലത്ത് ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ ആദ്യത്തെ വിളംബര ഘോഷയാത്രയാണ്. അതായത് പുതിയ അമ്പലം വന്നിട്ട് ആദ്യത്തെ ഉത്സവമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇന്നാണ് മാർച്ച് 28 മുതൽ ഏപ്രിൽ 2 വരെയാണ്. അപ്പൊ അതിന്റെ ഒരുക്കങ്ങളാണ്. വിളംബര ഘോഷയാത്ര പൂത്തൂർ അമ്പലത്തിൽ നിന്ന് ഒന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ബാൻഡ് മേളമൊക്കെ ഉണ്ട് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നത്. അമ്പലത്തിൽ സാധാരണ ബാൻഡ് മേളം കാണാറില്ല, ചെണ്ടവാദ്യം അങ്ങനെയാണ് കാണാറ്. പക്ഷെ ഇവരുടെ ഈ കുട്ടികളുടെ സമർപ്പണമാണ് ഈ ബാൻഡ് മേള. അപ്പൊ അതും കൂടി ഉണ്ട്. അപ്പൊ അടിപൊളി ഒരു ഘോഷയാത്ര നമുക്ക് കാണാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ ഇങ്ങോട്ടാണ്, എയർപോർട്ട് ഇങ്ങോട്ടാണ്. അപ്പൊ എയർപോർട്ടിൽ നിന്ന് മട്ടന്നൂർ ഇരിട്ടിയിൽ നിന്ന് വരുന്ന ആളാണെങ്കിൽ ഈ കുമ്പം ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങുക. അതുപോലെ തന്നെ കണ്ണൂർ നിങ്ങേ ഭാഗത്ത് നിന്ന് വരുന്നതാണെങ്കിൽ ഇതേ കുമ്പം ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുക. എന്നിട്ട് റൈറ്റിലേക്ക് ഇങ്ങോട്ട് പോകുക. 1 കിലോമീറ്ററിന് അടുത്തേ ഈ ദൂരമുള്ളൂ ഈ അമ്പലത്തിലേക്ക്. അപ്പൊ എല്ലാവരും ഈ അമ്പലത്തിലേക്ക് ക്ഷണിക്കുന്നു. ഏപ്രിൽ 2 വരെയുണ്ട്. മാർച്ച് 28 മുതൽ ഏപ്രിൽ 2 വരെയുണ്ട്. അപ്പൊ നമുക്ക് ആ വിളംബര ഘോഷയാത്ര ഒന്ന് കാണാം. പിന്നെ പള്ളിപ്പുഴയില് ശ്രീ പുതിയ മടപ്പുരയിൽ നിന്ന് ഒരു ഘോഷയാത്ര വരാണ്ട്. ഞങ്ങളിപ്പം വെയിറ്റ് ചെയ്യുന്നത് കുമ്പത്തിലാണ്, കണ്ണൂർ ജില്ലയുടെ കുമ്പത്തില്. ഓം നമ ശിവായ. കുമ്പം മോലത്ത് പറമ്പ് ശ്രീ മഹാദേവ ക്ഷേത്രം പ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവമാണ്. എല്ലാവരും ക്ഷണിക്കുന്നു നമ്മുടെ സ്വന്തം അമ്പലത്തിലേക്ക്. അങ്ങനെ ഇങ്ങോട്ട് വന്ന് ഇവരെ കൂട്ടാൻ വന്നതാ. കുമ്പം മൂലക്കരി പെട്രോൾ പമ്പ് വഴിയാണ് ഈ വിളംബര ഘോഷയാത്ര വരുന്നത്.
പോയിട്ട് വീഴുക.
ഇപ്പത്തേതോ ഇതെന്തോ കേക്കല്ലേ നമ്മൾ അമ്പലത്തിൻ്റെ കവാടത്തിലെത്തിയിരിക്കുന്ന കുമ്പത്തിൽ നിന്ന് 1 കിലോമീറ്റർ മുക്കാമി
അത്തരം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട ധാരാളം ഭക്തന്മാർ പങ്കെടുത്തിട്ടുണ്ട്. ഘോഷയാത്ര ഇതാ ഇവിടെ ഈ ഭഗവത് സന്നിധിയിൽ വന്നു ചേർന്നിരിക്കുകയാണ്. ഏതോ ഒരു പുതിയ ലോകത്തിലെത്തിയതുപോലെ തോന്നുകയാണ്. പല പ്രാവശ്യം ഈ സന്നിധിയിൽ വന്നപ്പോൾ നമുക്കെല്ലാം കാണാം ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്ത് സ്നേഹത്തോടെ വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാവരും വളരെ ഭയഭക്തി വിശ്വാസത്തോടെ ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ തിരക്കും മാറ്റിവെച്ച് ഈ ഭഗവത് സന്നിധിയിൽ തന്നെ ഉണ്ടാകണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എത്രയോ തലമുറകൾക്ക് സാധിക്കാത്ത സൗഭാഗ്യം ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് നേതൃത്വം കൊടുക്കുവാനും അതിന് സാക്ഷികളാകാനും അതിന് വേണ്ട വിധം ധനപൂർവകമായി പങ്കെടുക്കുവാനും സാധിച്ച നമ്മൾ ഏറ്റവും സുഹൃത്തികളാണ്, ഭാഗ്യശാലികളാണ്. ഇനി ഇവിടെ നടക്കുന്ന കാര്യം ഈ മണ്ഡപത്തിൽ സാംസ്കാരിക സമ്മേളനമാണ് നടക്കുന്നത്. അതില് നമ്മൾ ക്ഷണം സ്വീകരിച്ച് വിശിഷ്ടാതിഥികളായിട്ട് വന്നു ചേർന്ന മുഴുവൻ സുമനസ്സുകളെയും നമുക്ക് സ്വാഗതം ചെയ്യണം, ഈ വേദിയിലേക്ക് ആനയിക്കണം. അതുപോലെ നടന്ന് ക്ഷീണിച്ച് അവശരായിട്ട് വന്ന ഭക്തന്മാർക്ക് ഊട്ടുവരിയിൽ ചുക്ക് കാപ്പി കൊടുക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ വന്നു ചേർന്ന മുഴുവൻ ഭക്തന്മാർക്കും രാത്രി ഭക്ഷണം അന്നപ്രസാദം നൽകുവാനുള്ള വ്യവസ്ഥയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, നമ്മളിൽ കുറേ പേര് കഴിഞ്ഞ 10-12 ദിവസമായിട്ട് ഭഗവാന്റെ സന്നിധിയിൽ പൂജിച്ച ചരട് കയ്യിൽ കെട്ടിയിട്ട് ഈ ഒരു മഹത്കാര്യം ഭംഗിയാക്കി തരണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഹോരാത്രം പ്രയത്നിച്ചവരാണ്. ഇന്ന് ആ വ്രതത്തിന്റെ ഒരു ഘട്ടം അവസാനിക്കുകയാണ്. ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന്
സാക്ഷികളാകാൻ പങ്കെടുക്കുവാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു. പ്രകൃതിയും നമുക്ക് അനുകൂലമായിട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും വളരെ ക്ഷമയോടെ നല്ല മനസ്സോടെ ഈ സന്നിധിയിൽ ഉണ്ടാകണമെന്ന് അറിയിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ ആചാര്യനായിട്ട് സങ്കല്പം ചെയ്ത് സ്വീകരിച്ചത് തരണനെല്ലൂർ പാരമ്പര്യത്തെയാണ്. നമുക്ക് വളരെ സുപരിചിതനായ തരണനെല്ലൂർ പത്മനാഭന്റെ ഉച്ചപൂജയ്ക്ക് ശേഷം നമാമി നമാമി നീണ്ടുനിന്ന നമ്മുടെ പ്രവർത്തനത്തിന്റെ ഒരു സാക്ഷാത്കാരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ആ ക്ഷേത്രത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ആദ്യം. കൂടാളി പഞ്ചായത്തിൽ കൂടാളി ഗ്രാമത്തിൽ കുംഭം എന്ന ഈ ഒരു സ്ഥലം, ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ക്ഷേത്രാവശിഷ്ടം, അതിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടി നാട്ടുകാര് കൂട്ടായ പ്രവർത്തനം ആരംഭിക്കുന്നു. ഉമാ മഹേശ്വര സാന്നിധ്യമുള്ള ഈ ഒരു പ്രദേശത്ത് ഒരു മഹാശിവക്ഷേത്രം നിർമ്മിക്കുന്നതിനുള്ള പരിശ്രമം നാട്ടുകാരെ ആരംഭിക്കുകയുണ്ടായി. അപ്പോൾ അതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഒരു സ്വർണ്ണ പ്രശ്നം 2007 മെയ് 31 സ്വർണ്ണ പ്രശ്നം ഇവിടെ നടക്കുകയുണ്ടായി. അപ്പോൾ ക്ഷേത്രത്തിന് ആവശ്യമായ സ്ഥലങ്ങൾ വിട്ടു നൽകാൻ ആ സ്ഥലത്തിന്റെ ഉടമകൾ സർവാത്മന തയ്യാറാവുകയും ഉണ്ടായി. അങ്ങനെ ക്ഷേത്രം നിൽക്കുന്ന ഈ ഒരു സ്ഥലം ആർ കൃഷ്ണൻ നമ്പ്യാർ, അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് ഉള്ള മറ്റ് സ്ഥലങ്ങൾ രാഘവൻ, ശിവദാസൻ, ശ്രീനിവാസൻ, അതുപോലെ തന്നെ ക്ഷേത്രക്കുളത്തിന് വേണ്ടി പടിക്കൽ ജയൻ എന്നിവർ സ്ഥലം വിട്ടു നൽകുകയും ഉണ്ടായി. 2008 ഓഗസ്റ്റ് 17 ദേശാടനം സിനിമയിലെ മുത്തച്ഛനായി അഭിനയിച്ച കൊല്ലേരി വാദ്യാരികത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ശ്രീകോവിലിന് മുഹൂർത്തക്കല്ല് വെച്ചു. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നാട്ടുകാരുടെ വലിയ സഹകരണം തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയ ഒരുപാട് പേര് ഉണ്ടായി. അപ്പൊ അങ്ങനെ അവരുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് ഈ ഒരു ക്ഷേത്രം ഇന്ന് ഈ കാണുന്ന രൂപത്തിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. ഷടാധാര പ്രതിഷ്ഠയോടുകൂടിയ ശ്രീകോവിലാണ് നമ്മളുടേത്. 2010 ഫെബ്രുവരി 3 ക്ഷേത്രം തന്ത്രിയുടെ ആശീർവാദത്തോടുകൂടി നമസ്കാര മണ്ഡപത്തിന്റെയും നാലമ്പലത്തിന്റെയും കുറ്റിയടിക്കൽ കർമ്മം ബ്രഹ്മശ്രീ കൊട്ടാരം ജയരാമൻ നമ്പൂതിരി നിർവഹിക്കുകയുണ്ടായി. നാട്ടുകാരുടെ സഹായ സഹകരണത്തോടെ അശ്വരൂഢ ശാസ്താവിന്റെ ശ്രീകോവിലും അതുപോലെ തന്നെ ചുറ്റുമതിൽ ബലപ്പെടുത്താനുള്ള പ്രവൃത്തിയും ക്ഷേത്രത്തിന്റെ മുൻവശത്തോടു കൂടിയുള്ള റോഡിന്റെ നിർമ്മാണ പ്രവർത്തനമൊക്കെ നടത്താൻ സാധിച്ചു. ബെരിക്കൽ ശിലകൾ കൊണ്ടുവന്ന് തയ്യാറാക്കി വെച്ചു. ഇത്രയും നിർമ്മാണ പ്രവർത്തനത്തിന് ഇന്ന് ഇതുവരെയായിട്ട് 1 കോടിയിലധികം രൂപയുടെ ചെലവ് ഉണ്ടായിട്ടുണ്ട്. 2025 മാർച്ച് 28 മുതൽ ഏപ്രിൽ 2 വരെ ക്ഷേത്ര നവീകരണ ബ്രഹ്മകലശ മഹോത്സവം നടത്താൻ ക്ഷേത്രം തന്ത്രിവര്യന്റെ നിർദ്ദേശാനുസരണം ഒരു സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തിച്ചു. ഒരു നാടിന്റെ സൗഭാഗ്യമായി കുംഭം മുതൽ ചാലോട് വരെയുള്ള പ്രദേശത്ത് ഒരു ക്ഷേത്രം ഉയർന്നു വന്നു. ഭക്തജനങ്ങൾക്ക് ആരാധിക്കുവാനും ആശ്രയിക്കാനുമുള്ള ഒരു കേന്ദ്രമായി മംഗളദായകനായ പരമേശ്വരന്റെ മഹാക്ഷേത്രം പ്രതിഷ്ഠ കഴിഞ്ഞ് ഏപ്രിൽ 2 ആരാധനക്കായി തുറന്നു കൊടുക്കുന്ന മഹോത്സവമാണ് ഇന്നു മുതൽ 6 ദിവസമായിട്ട് ഇവിടെ നടക്കുന്നത്. ദീപപ്രോജ്വലനവും ഉദ്ഘാടനവും നിർവഹിക്കുന്നത് നമ്മുടെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹം എല്ലാ കാര്യങ്ങൾക്കും, നമ്മൾ എന്ത് കാര്യങ്ങൾക്ക് പോയി കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ എല്ലാവിധ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നമ്മൾക്ക് ലഭിക്കാറുണ്ട്. അപ്പൊ അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
അതുപോലെ അനുഗ്രഹ ഭാഷണം നടത്തി സംസാരിക്കുന്നത് ബ്രഹ്മശ്രീ ആത്മചൈതന്യ സ്വാമികളാണ്. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ ആശംസകൾ അർപ്പിച്ച് സമർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയ ആശംസ അർപ്പിച്ച് സമർപ്പിക്കുന്നതിനായി എത്തിയ എം സുകുമാരൻ മാസ്റ്റർ, കൂടാളി താറ്റിയോട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പ്രസിഡന്റാണ്. അദ്ദേഹം കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുൻ ഹെഡ് മാസ്റ്ററാണ്. അദ്ദേഹവും എൻ്റെ ഗുരുനാഥനാണ്. സുകുമാരൻ മാസ്റ്ററെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ തിരക്കുകൾക്കിടയിൽ നിന്ന് സ്കൂൾ അടക്കുന്ന ദിവസമാണ്. ഈ തിരക്കുകൾക്കിടയിലും അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ മനോജ് മാസ്റ്ററെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുമാർ അദ്ദേഹത്തെയും ചടങ്ങിലെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ആശംസ അർപ്പിച്ച് സമർപ്പിക്കാൻ ഇവിടെ എത്തിയ നമ്മുടെ ക്ഷേത്രത്തിന്റെ മാതൃസമിതി പ്രസിഡന്റ് ശ്രീമതി പാർവതി ടീച്ചറെയും ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിനെ നന്ദി അർപ്പിച്ച് സംസാരിക്കുന്നത് ക്ഷേത്രത്തിന്റെ സെക്രട്ടറി കൂടിയായ കെ വി ദേവദാസാണ്. അദ്ദേഹത്തെയും ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്നുള്ള നടപടികൾ നടത്തുന്നതിനായിട്ട് അധ്യക്ഷനായ നമ്പൂതിരി മാസ്റ്ററെ ക്ഷണിച്ചോളും. ശംഭോ മഹാദേവ, ഈ വേദിയിൽ ശോഭിക്കുന്ന ശ്രേഷ്ഠ സുമനസ്സുകളുടെ പാദങ്ങളിൽ നമിച്ചുകൊണ്ട് ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഇവിടെ വന്നു ചേർന്ന സുഹൃത്തുക്കളായ ഭാഗ്യശാലികളായ ഭക്തന്മാരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന മഹത്വമാർന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ആദ്യമായിട്ട് ഏതൊരു നല്ല കാര്യം നടക്കുമ്പോഴും ദീപം കൊളുത്തിക്കൊണ്ട് ആരംഭിക്കുക എന്നുള്ളത് വിശേഷപ്പെട്ട കാര്യമാണ്. ദീപപ്രോജ്വലനം നടത്തിയിട്ട് ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ക്ഷേത്രം തന്ത്രികൾ ബ്രഹ്മശ്രീ തൃക്കണിയേടത്ത് തിരുനെല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടവകളാണ്. ആ സുമനസ്സിനെ നമിച്ചുകൊണ്ട് ഈ ഒരു നല്ല കാര്യം ചെയ്യുവാൻ അദ്ദേഹത്തെ എല്ലാവരുടെയും അനുവാദത്തോടെ ക്ഷണിക്കുന്നു. അത് വേണ്ടതുപോലെ ചെയ്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമഃ ശിവായ. നമഃ ശിവായ. നമഃ ശിവായ. ഓം നമഃ ശിവായ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഭക്തജനങ്ങളെ, മനോജ് മാഷ് പറഞ്ഞ മാതിരി 2007 ഇവിടുത്തെ ഈ ക്ഷേത്രത്തിലെ, അതായത് ക്ഷേത്രം ആവുന്നതിന് മുമ്പത്തെ ആ ഒരു അവസ്ഥ, അന്നേരം പ്രശ്നം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വരികയും അതിനുശേഷം പരമേശ്വരൻ മാഷ് ഇവിടെ പരിഹാര കർമ്മങ്ങളും മറ്റു കാര്യങ്ങൾക്കായിട്ട് ഇവിടെ വരാനും എന്നാലാവുന്ന കാര്യങ്ങൾ ചെയ്യാനും ഇടവന്നിട്ടുണ്ട്. ഇന്ന് ഈ ക്ഷേത്രത്തിൻ്റെ
രൂപഭാവങ്ങൾ തന്നെ നമുക്ക് മനസ്സിൽ കരുതാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഒരു വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. കാലതാമസം നേരിട്ടു എങ്കിലും ഈ പ്രദേശത്തുകാരുടെ വളരെ ബുദ്ധിമുട്ടിയിട്ടുള്ള ആ ഒരവസ്ഥയിൽ നിന്ന് എല്ലാവരും മനസ്സോടുകൂടി ഒത്തൊരുമിച്ച് നിന്ന് ഓരോ രൂപ കൂട്ടിവെച്ച് ഈ ക്ഷേത്രം പുണാലി മാസം 1 കോടിയിലധികം കഴിഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു കാലഘട്ടത്തിലേക്ക് ഞാൻ എൻ്റെ മനസ്സിൽ പോവുകയാണ്. പക്ഷെ ഇത്രയും നല്ല ക്ഷേത്ര സമുച്ചയം തന്നെ, മഹാദേവന്റെ പ്രതിഷ്ഠ എല്ലാം തന്നെ 2 കൊല്ലം മുമ്പേ ശിവദാസനും ദേവദാസനും മനോജ് മാഷും എന്നെ സമീപിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് അതിന് സമയം എത്തിയത്. പഴയതും ഒന്നുമില്ലാതെ, അതായത് ചരിത്രത്തിൽ മാത്രം അവശേഷിക്കുന്നു. സ്വർണ്ണപ്രശസ്തി പറഞ്ഞ ആ കാര്യങ്ങളിൽ അതിൽ നിന്ന് പഴയതൊന്നും ഇവിടെ ഇല്ലാതെ കണ്ട് പുതിയതായിട്ടുള്ള ഒരു പ്രതിഷ്ഠാവിധാനമാണ് ഇവിടെ ഇന്നു മുതൽ 6 ദിവസം കൊണ്ട് നടത്തുന്നത്. പഴയ അവശിഷ്ടങ്ങളായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബാലാലയ സങ്കല്പം ചെയ്താൽ അത് ചെയ്ത് തീരുമ്പോൾ നമുക്ക് അതൊരു 11 ദിവസത്തെ ക്രിയാദികളെ കൊണ്ട് നമുക്ക് പൂർത്തീകരിക്കാനാവുള്ളൂ. അത് വേണ്ട. അതുകൊണ്ടാണ് 6 ദിവസം കൊണ്ട്, ഇന്ന് തുടങ്ങി മറ്റന്നാൾ 3-ാം ദിവസം പ്രതിഷ്ഠയും അന്ന് വൈകിട്ട് ഭഗവാന്റെ നട അടച്ച് 3-ാം ദിവസം, അതായത് നമ്മൾ 2-ാം തീയതി 30, 31, 1 അത് കഴിഞ്ഞ് 2-ാം തീയതി കാലത്ത് കണി കണ്ട് ഭഗവാനെ നട തുറന്ന് കണി കാണിച്ച് കലശാഭിഷേകത്തോടു കൂടിയാണ് ഈ കലശത്തിന്റെ ഒരു സമ്പ്രദായം തീരുമാനിച്ചിരിക്കുന്നത്. ഈ ദേശത്തിന്റെയും ഈ പ്രദേശത്തിന്റെയും ഇതിന്റെ നടത്തിപ്പുകാരുടെയും എല്ലാ അവസ്ഥയും അറിഞ്ഞ് കാലോചിതമായ രീതിയിലുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന്റെ കലശ സംവിധാനത്തിന് ഞാൻ ഇവരോട് സംസാരിച്ചത്. അത് ഇന്നത്തെ സ്ഥിതിക്ക്, ഇന്നത്തെ കാലഘട്ടത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ഭക്തജനങ്ങൾക്കായിട്ട്, വിശ്വാസികൾക്കായിട്ട്, ഭക്തജനങ്ങൾക്കായിട്ട് ഈ ക്ഷേത്രത്തിനെ ഉണ്ടാക്കി തീർക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഇതിലുള്ളത്. അത് എവിടെയായാലും അതാത് ദിക്ക്, ദേശം, കാലം, ധനം, സമ്പത്ത് ഇതൊക്കെ അനുസരിച്ചായിരിക്കും ക്ഷേത്രങ്ങൾ. അപ്പോ ഇവിടുത്തെ ഈ അവസ്ഥയ്ക്ക് ഇത് വലിയൊരു കലശ മഹോത്സവം തന്നെയാണ്. ഇത് ഇന്നു മുതൽ 6 ദിവസം വളരെ ഭംഗിയായിട്ട് ഇന്ന് ഏൽപ്പിച്ച കാര്യങ്ങൾ നടത്താനും നടത്തിക്കാനും എല്ലാവരും ഉണ്ട്. അതേപോലെ നിങ്ങളുടെ എല്ലാവരുടെയും നല്ല മനസ്സുകൊണ്ട് ഈ പ്രതിഷ്ഠാ മഹോത്സവം ഭംഗിയായിട്ട് തീരുമെന്ന് ഞാൻ ഉറപ്പ് തരികയാണ്. ഇനിയും പല കാര്യങ്ങളും ഇവിടെ ചെയ്തു തീർക്കാനുണ്ട്. ഈ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും നിത്യപൂജാദികളെ കൊണ്ടും ഈ ക്ഷേത്രവും ദേവചൈതന്യം കൂടി ഈ എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടായിത്തീരട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ വേളയിൽ ഈ ഭഗവാനോട് പ്രാർത്ഥിക്കാനും നിങ്ങളോട് പറയാനുമായിട്ടുള്ളത്. ആയതിന്റെ പേരിൽ തന്ത്രി എന്ന നിലയിൽ നിങ്ങൾക്ക് എല്ലാവരും അനുഗ്രഹം നേർന്നുകൊണ്ട് ഏത് ക്ഷേത്രമായാലും ചെറിയ രീതിയിൽ നന്നായി കാണണം എന്നുള്ള കണ്ടില്ലേ നമ്മളെ പുതിയ അമ്പലത്തിലേക്കുള്ള ആ വിളംബര ഘോഷയാത്ര എന്ന് പറഞ്ഞാൽ അടിപൊളിയല്ലേ. എന്തുമാത്രം ജനങ്ങളല്ലേ. ഇപ്പൊ അടുത്തൊന്നും ഇങ്ങനെ ഒരു ജനങ്ങളുള്ള ഘോഷയാത്ര കണ്ടിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ബാൻഡ് മേളം, പിന്നെ വാദ്യം, ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുമായിട്ട് സമൃദ്ധമായ അത്രയും ജനങ്ങൾ എന്ന് പറഞ്ഞാൽ പുതിയൊരു അമ്പലത്തിലേക്ക് വന്ന ഭക്തജനങ്ങളൊക്കെ ഉണ്ടല്ലേ അല്ലെ, ഒരുപാട് ജനങ്ങൾ. അതുപോലെ തന്നെ ഉദ്ഘാടനം ഒക്കെ കണ്ട്. അപ്പൊ ഈ ഒരു നല്ലൊരു വീഡിയോ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാണ് തീർച്ചയായിട്ടും. അടുത്ത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മോലത്ത് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ഞാനും എന്റെ ക്യാമറമാനും കൂടിയിട്ട് പോവുക.